ഹലോ അസ്സലാമു അലൈക്കും സുഹൃത്തുക്കളെ, റൌഫാണ്. ഇത് മുബാറക്. ഇന്നൊരു ചെറിയ സുർബിയാന പാകതയായിട്ട് നിന്നിട്ടുണ്ട്. ഞാൻ ഒന്നുമില്ല, പെട്ടെന്ന് കഥയിലേക്ക് കിടക്കാം. ആദ്യം ഡ്രസ്സ് മാറ്റണം. കോഴിക്ക് പോയാൽ ഞാൻ ആടുമായിട്ടാണ് വന്നിട്ടുണ്ടത്. സമയം കൃത്യം 8:30 മണി. എൻ്റെ പെണ്ണുങ്ങൾ കണ്ണൊക്കെ കൊണ്ടുപോകും. ആട് പറ്റൂല, പക്ഷെ എന്തോ ചിക്കൻ്റെ കുറച്ച് കടായില്ലവിടെ ചിക്കൻ കടായി ഉണ്ട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആട് വാങ്ങിക്കുന്നത്. ബാക്കിയുള്ള കഥകളൊക്കെ ഡ്രസ്സ് മാറ്റണം, സാധനം ഉണ്ടാക്കണം. ഇവിടെതാ ഞാൻ വന്നപ്പോഴത്തിനോട് ഉള്ളി നന്നാക്കി വെച്ചേക്കണു. അതേമാതിരി സുർബിയാനുള്ള അരി വെള്ളത്തിലിട്ട് പോകണം. ഈ 2 പണി മാത്രമേ ഏൽപ്പിച്ചിട്ടുള്ളൂ. ബാക്കി 8:30 മണി കൊണ്ട് എത്ര പെട്ടെന്ന് നമുക്ക് ആടിന്റെ സുർബിയ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ചിക്കൻ ആണെങ്കിൽ എത്ര മണി കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാന്നുള്ളത് ഞങ്ങൾക്ക് പറഞ്ഞു കേട്ടോ. ഒന്ന് മാറ്റി വരാം. അപ്പോൾ ഓക്കെ, നമ്മൾ തുടങ്ങുകയാണ്. ആദ്യം മട്ടന് വേവിക്കൽ പരിപാടിയാണ്. നമ്മൾ എപ്പോഴും ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ടൈം മാനേജ്മെന്റ്. എത്ര പെട്ടെന്ന് നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ കഴിയാം, അത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഫുഡിനോട് ഉണ്ടാക്കാനുള്ള താല്പര്യം കൂടും. എനിക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള താല്പര്യം. എനിക്ക് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാണ്ട് അത് ഭക്ഷണം കഴിച്ചുകൊണ്ട് നല്ലതെന്ന് പറഞ്ഞ് കേൾക്കാനാണ് എനിക്ക് താല്പര്യം. അപ്പൊ ഞാൻ ഇതാ തുടങ്ങണേ. അപ്പൊ ഡ്രസ്സ് മാറ്റല് കാര്യങ്ങൾ കഴിഞ്ഞാണ്ട് 8:20 3 പണി ഒപ്പം ചെയ്യാണ്. അതായത് മട്ടൻ വേവിക്കല്, സുർബിയാന്റെ ഉള്ളി പരിപാടി, അതിനൊപ്പം തന്നെ റൈസ് ഉണ്ടാക്കല്, ഈ 3 പരിപാടി ഒപ്പം ചെയ്യാൻ നമുക്ക് പെട്ടെന്നാവും. അപ്പൊ ഇത് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത് എൻ്റെ ചെറിയ പെങ്ങളുണ്ട് സൗദിയിലുള്ള, അതുപോലെ എൻ്റെ ഉപ്പാന്റെ മറ്റുണിയുടെ മക്കളുണ്ട്. അനീഫ, സലീം, ഉദ്ദീന്, അസ്ലം, സുക്കൂർ, സാലി. അതിനോട് ഏറ്റവും വലിയ മൂത്ത സഹോദരനായ അനീഫ് പറഞ്ഞു സുർബിയ മേലെ എങ്ങനെ ഉണ്ടാക്കാൻ. പക്ഷെ സുർബിയ ചിക്കനാണ് കരുതുന്നത്. അത് എങ്ങനെ മട്ടനായിരുന്നുള്ള കഥകൾ ഞാൻ ബാക്കിൽ പറയാം. അപ്പൊ അടുപ്പ് കത്തിച്ചു കഴിഞ്ഞാൽ വെള്ളം നിറഞ്ഞുകൊണ്ട് നിൽക്കും. അടുപ്പ് വെക്കാളെ ആ മട്ടന് വേവിച്ചുള്ളത് ഉള്ളിലെ പൗതി വെട്ടി ചടപ്പ് വന്നുകൊണ്ട് ബാക്കിയുള്ള ഉള്ളി കൊട്ടും. അപ്പൊ ആദ്യം വെള്ളം വെക്കാണ്. ഉണ്ടാക്കുമ്പോൾ വെള്ളം വെക്കലാണ്. പക്ഷെ വെള്ളം വെക്കുന്നതിന് ഇന്ന് ഒരു ചെറിയ അപാകത ഉണ്ട്. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വെള്ളം എപ്പോഴും അളവ് നോക്കി അപ്പഴേ ഉപ്പിടാൻ പറ്റുള്ളൂ. നമ്മള് വീട്ടിലുള്ള എൻ്റെ പെങ്ങന്മാരിലൊക്കെ പെട്ടെന്ന് അറിയണമെങ്കിൽ അവർക്ക് എപ്പോഴും ഉപ്പ് കൂടാനുള്ള പരാതിയുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ പെങ്ങൾക്ക് ഞാൻ മിഞ്ഞാന്നോട്ട് റെസിപ്പി ഇത് പറഞ്ഞു കൊടുത്താണ്. അവളിന്ന് പെരുന്നാൾ ഉണ്ടാക്കുകൊണ്ടുള്ള വെച്ചറിയില്ല. പക്ഷെ അവള് എങ്ങനെ ഉണ്ടാക്കിയോ ഉപ്പ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ഉപ്പ് കൂടിയുള്ളൂ. ഈ പ്രാവശ്യം എവിടെ പെട്ടെന്ന് വരക്കാള് മട്ടിന് കിട്ടുന്ന സാധനം എന്താ, കുറച്ച് ഉപ്പ് ബിരിയാണിയിൽ മഞ്ഞൾ ഇട്ടാൽ മതി. ഓക്കെ, അത് കഴിഞ്ഞു. നിങ്ങളുടെ നോക്കിക്കോളൂ, എപ്പോഴും ബീഫായാലും മട്ടനായാലും വേവ് നോക്കുക. അത് ചെറിയ മട്ടനാണ്. അപ്പൊ ഞാൻ ഒരിക്കലും വെള്ളം ചേർക്കുന്നില്ല. നേരെ മിക്സാക്കി സിമ്മിൽ വെക്കും. ഒറ്റ വിസിലടിക്കുക, ഒറ്റ വിസില്. ഓക്കെ, സെറ്റ്. വെള്ളം വെക്കല്, അരി കഴിക്കല്, ഇനി റിലാക്സ് ആയി പണിയെടുത്താൽ മതി. അടുത്ത പരിപാടി ഇതാ വെളിച്ചെണ്ണ. അത് നമ്മൾ 3 പരിപാടി ഒപ്പം നടക്കുകയാണ്. 29 മിനിറ്റ് ആയിട്ടുള്ളൂ. ഈ എങ്ങനെയാണ് സുർബിയാൻ അപാരത, ബാക്കിയുള്ള ചർച്ചകൾ നമുക്ക് വേറെ. നേരെ ഈ ഉള്ളി ഇതാ വെട്ടുക എന്നതാണ്. പൊട്ടക്കത്തിയാണ്, കത്തി വരെ ഇല്ല. നാളേക്ക് എന്തായാലും ഞാൻ കത്തി വാങ്ങും. അതിലേക്ക് വരാം. കഥ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇന്നലെ ചെറിയ ഹോസ്പിറ്റൽ കേസ് കൊണ്ട് ഞാൻ രാവിലെ 6 മണിക്ക് എത്തേണ്ടത്. രാവിലെ 6 മണിക്ക് എത്തിയപ്പോൾ അറിയേണ്ടത് വീട്ടിലേക്കുള്ള പെരുന്നാക്കുള്ള സാധനം വാങ്ങിയിട്ടില്ല. ഇപ്പൊ നേരെ ഉപ്പാടും കൂട്ടി പോയി നിസ്കരിച്ചാൽ പോയപ്പോ നമ്മുടെ നാട്ടില് 7:30 മണിക്ക്. പക്ഷെ നമ്മളെ സുഹൃത്തുക്കളായ അജ്മലിന്റെ നാട്ടില് 8:30 മണിക്ക്. അപ്പൊ അജ്മലിന്റെ സാധനം വാങ്ങി വന്ന് ആകെ വൈഫിനുള്ള ഡ്യൂട്ടി ഈ ഉള്ളി തൊലിച്ച അരി വെക്കുക. കാരണം അവളാണ് എന്റെ ക്യാമറമാൻ. അപ്പൊ അത് കഴിഞ്ഞാണ്ട് നേരെ ഞാൻ പോയി ചിക്കൻ വാങ്ങാൻ പോയി കഴിഞ്ഞപ്പോൾ ചിക്കൻ നമ്മളെ എല്ലാവരും പള്ളിയില്ല. കാരണം 8:30 മണിക്ക് ഒരു സ്ഥലത്ത് 7:30 മണിക്ക്. അപ്പൊ ഞാൻ നേരെ പടിഞ്ഞാറ്റുമുറി പോയി നമ്മുടെ അസിന്റെ ബീഫിന്റെ കടയിൽ പോയി അസിനോട് ചോദിച്ചു, അസിയെ മുസ്ലിങ്ങളായ ഏതെങ്കിലും സഹോദരന്മാരെന്ന് ചിക്കൻ വിൽക്കാനുണ്ടാവും? അപ്പൊ അസി പറഞ്ഞു ഒന്നുമില്ല, റോപ്പേ അത് വജ്ജൂല്ല. കുറച്ച് ആടുണ്ട് കൊണ്ടേക്കാണ്. ആട് വാങ്ങി എന്റെ പെണ്ണുകളൊന്നുമില്ല, എന്റെ ഇളച്ചാളെ കണ്ടാണെന്നില്ല. പക്ഷെ ഞാന് എന്റെ അപ്പ എന്റെ 2 അന്തവന്മാർ എന്റെ അമ്മ ആടിനെ നുറച്ചിയാ. അപ്പൊ നേരെ ഞാൻ 2 കിലോ ആട് വാങ്ങി ഇതൊക്കെ സെറ്റ് ആയിക്കണു. പക്ഷെ എന്താ സർപ്രൈസ് ആയിട്ട് എന്റെ ചെറിയ അന്തരം കാറ്ററിംഗ് ഉണ്ടാക്കേണ്ട ആളെ, ഞാൻ കാറ്ററിംഗ് ഉണ്ടാക്കേണ്ട ആളെ. അപ്പൊ ഷാപ്പിൽ കുറച്ച് ചിക്കന്റെ കടായി വന്നു. അപ്പൊ ഇന്ന് ചിക്കൻ കടായി കൊണ്ട് എങ്ങനെ ബിരിയാണി, പിന്നെ ആട് കൊണ്ട് എത്രയും പെട്ടെന്ന് എങ്ങനെ ചോദിക്കുകയാണ്. ഈ 2 പരിപാടിയാണ് കാട്ടുന്നത്. എണ്ണ തളച്ച് കഴിഞ്ഞാൽ നേരെ ഉള്ളി ഇടുമ്പത്തിന് ഇതാ ഇഞ്ചി വെളുത്തുള്ളി. വേറെ വേണ്ടത് അതിന് പകുതി വെള്ളം. ആട് അസിന്റെ അവിടെ നിപ്പാ. ഉള്ളി, മല്ലിച്ചപ്പ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഗരം മസാല, മഞ്ഞപ്പൊടി, കുരുമുളക്, തൈര്, മുറുത്തുകാറ്. ഇതാണ് ഇതിക്ക് വേണ്ട റെസിപ്പി. നല്ല വെള്ളം ആയിക്കോട്ട് നിൽക്കുന്നുണ്ട്, മട്ടപ്പടം ആവുന്നുണ്ട്, ഉള്ളി പൊരിച്ചാൽ എണ്ണ ആവുന്നുണ്ട്,
ഓക്കെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫസ്റ്റ് ട്രിപ്പ് ശ്രദ്ധിക്കണം കേട്ടോ, സ്ലോ ആക്കാം. എണ്ണ ചൂണ്ടെങ്കിൽ അപ്പൊ ഏകദേശം തൈ ബ്രൗൺ കളറാവുക. ഒക്കെ സാമഗ്രികളൊക്കെ നമ്മള് കിച്ചണ് കാറ്ററിംഗാണ് പറഞ്ഞിട്ട് കാര്യമില്ല, ഒക്കെ കിച്ചണിലാണ്. വീട്ടില് സാധനങ്ങൾ കുറവുണ്ട്. അപ്പൊ കഥ ഫുള്ളാക്കില്ല. അപ്പൊ ഞാൻ നേരെ ആട് കിട്ടി. ആട് കിട്ടാൻ പോകേണ്ടത് അർജന്റായിക്കാണ്. നമ്മൾ ഏഴരക്കുള്ള നിസ്കാരം കഴിഞ്ഞാണ്ടാണ്. പക്ഷെ ഏഴരക്കുള്ള നിസ്കാരം കഴിഞ്ഞാണ്ട് ഞാൻ പടിഞ്ഞാട്ടുമുറിക്ക് പോകുമ്പോൾ സംശയം, നിസ്കാരം കഴിഞ്ഞാണ്ട് എനിക്ക് കുത്തവ കിട്ടിയിട്ടില്ല. കുത്തവ കിട്ടിയില്ലെങ്കിൽ നിസ്കാരം എന്തെങ്കിലും സംഭവിക്കുമോ? കാരണം എനിക്കറിയും വീട്ടിൽ ഈദിന് ഭക്ഷണം ഉണ്ടാക്കുന്ന ചിഹ്നത്താണ്. അതേമാതിരി തന്നെയാണ് അവർക്ക് 2 സുന്നത്ത് കിട്ടുമോ? അപ്പൊ ഞാൻ ഇങ്ങനെ പോയി ഞങ്ങളെ മൊട്ടമ്മൽ അവിടെ എത്തുമ്പോൾ നമ്മളൊരു മൂലയരുണ്ട്. ആ മൂലയുടെ പേര് കറക്റ്റ് ആര്യക്കുട്ടി മൂലരുന്ന മൂപ്പര മോണ്ട് മൊട്ടമ്മല കൊള്ളിയൊക്കെ 8 നിസ്കാരത്തിന് പോകും. അപ്പൊ ഞാൻ നേരെ ഉസ്താദിനോട് പോയി ചോദിച്ചു, ഉസ്താദെ ഇങ്ങനെ സംഭവം ഉണ്ട്, എനിക്ക് 2 സുന്നത്ത് കൂട്ടാം. ഉസ്താദ് പറഞ്ഞു കുഴപ്പമില്ല, കുത്തത്ത് കിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഇത് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പോകില്ല. അപ്പൊ 2 സുന്നത്ത് കിട്ടും. അപ്പൊ ഞാൻ ഹാപ്പി ആയി. അപ്പൊ ഞാൻ പ്രതീക്ഷിച്ച എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഫേവറേറ്റ് മട്ടൻ കിട്ടി. എൻ്റെ വൈഫിനുള്ള ചിക്കൻ ഉണ്ട്. അപ്പൊ ഒന്ന് ചിക്കൻ കടായി കൊണ്ട് ഹൈദരാബാദി ബിരിയാണി, എനിക്കുള്ള മട്ടൻ സുർബിയാണ്. അപ്പൊ എൻ്റെ പെങ്ങളോട് പറയാനുള്ളത്, അവിടെ മട്ടനാണ് എങ്ങനെ ഉണ്ടാക്കുന്നത്, ചിക്കനാണ് എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞു. ആക്കം പോലെയാണ് എന്താണോ ഇങ്ങനെ പൊരിച്ചിട്ട് ആ സാധനത്തിന് അടുത്ത റെസിപ്പി വരണം. ആ റെസിപ്പിക്ക് ചിക്കൻ ഇട്ട് സോല് വെച്ചുകൊണ്ട് അതിന്റെ ഫ്ലേവർ വന്നിട്ട് ഇതാക്കുക. അർജന്റ് ആണെങ്കിൽ ഒന്ന് വെള്ളം പാടി ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടാണ്ട് ചിക്കനാണ് കുറച്ച് വേവിച്ച, ഇല്ലാതെ മട്ടനാട്ടിന്റെ അടിയിൽ കൂടെ ഞാൻ രാവിലെ കൊടുന്ന ബീഫിന്റെ തലച്ചോറ് എൻ്റെ അമ്മ എനിക്കും വേണ്ടി ഉണ്ടാക്കിയതാണ്. ഞാൻ അങ്ങനെ കഴിച്ചോ കേട്ടോ. തെറ്റാ, ഞാൻ അമ്മാനെ കൊണ്ട് സ്പെഷ്യൽ ഉണ്ടായിട്ടായിരുന്നു. കാരണം എന്താണോ, ഭക്ഷണത്തിന്റെ കയ്പൂന് അമ്മാന്റെ കയ്പൂന് ചെറുതായിട്ട് കിട്ടിക്കുന്ന സംശയമുണ്ട്. അപ്പൊ ഇനി ഏകദേശം സെറ്റായിട്ട് വരട്ടോ. കാരണം വേർക്കൂണ് നല്ലോ അർജന്റ് ആയിക്കൊണ്ട് എനിക്ക് ഇതാക്കണു. ഇപ്പൊ ഒരു 9 മണി നമ്മൾ സുർബിയ അങ്ങനെ ആക്കണം എന്നുള്ള എത്രപ്പാടില്ല. ഞാൻ ആകെ വയർത്തക്കണു. ജസ്റ്റ് 10 മണി ആകുമ്പോഴത്തേന് സുർബിയ ഉണ്ടാക്കണം. കാരണം എന്താണോ, പെട്ടെന്ന് ഉണ്ടായിക്കാണ്ട് ഈദായിട്ട് ഫ്രണ്ട്സിനെ കാണാൻ പോയിട്ടില്ല, പള്ളിയിൽ നേരം ഇങ്ങോട്ട് വന്നേക്കാണ്. അപ്പൊ 10 മണി വരെയാണ് പോയിക്കാണ്ട് ജസ്റ്റ് 12 മണി ആകുമ്പോൾ കഴിഞ്ഞാണ്ട് വരണം. ഒന്ന് ഉറങ്ങണം. 2 കടകളുണ്ട്, കടകളെ പണിയുണ്ട്. കാരണം സെമീറാണ്, കടന്റെ പണിയാണ്, അടുപ്പ് കാര്യങ്ങളൊക്കെ സെറ്റാക്കുള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് കറക്റ്റ് 6 മണിക്ക് കഴിഞ്ഞാൽ കൂടലങ്ങാടി, ചട്ടിപ്പറമ്പ്, പിന്നെ പനങ്ങാങ്ങര, വളാഞ്ചേരി കട തുറക്കും. നെയ്ച്ചോറും പീസും മാത്രമല്ല കേട്ടോ, കൂടലങ്ങാടി മാത്രമാണ് എല്ലാം ഉള്ളത്. അവിടെ എല്ലാ കടയിലും നെയ്ച്ചോറും പീസും. ഇപ്പൊ സ്പെഷ്യലായിട്ട് 1-2 കടയിൽ നോമ്പിന് ശേഷം പൊള്ളിച്ചതും മന്തിറസും ഒരു പ്ലാനിങ്ങിലുണ്ട്. വർക്കൗട്ട് ആവാണ് ഞാൻ പറയും. അതെടുത്തുകൊണ്ട് നിൽക്കാണ്. ഇനി ഏകദേശം ഒരു 10-15 മിനിറ്റ് വരെ എനിക്ക് പണികളുണ്ട്. അത് ആഴ്ചക്കന് ഇതാണ്ട് ബ്രദർ ഉണ്ടാക്കിയതാണ്. അപ്പൊ എന്തായാലും ഇത് വെച്ചുകൊണ്ടാണ് നമ്മള് എന്താണ് പെണ്ണാക്കും എന്റെ പെണ്ണാക്കുള്ള അതേമാതിരി അടച്ചക്കുള്ള ബിരിയാണി ഉണ്ടാക്കട്ടെ. ദിസ് ഈസ് മൈ ബ്രദർ. എന്റെ ചെറിയ അനിയനാണ്, ഓന് മണ്ണാരി കേട്ടോ, സാപ്പി. എന്താ നിങ്ങൾക്ക് വേണ്ടി 2ാമത്തെ പെണ്ണുകെട്ടനെ പാട്ടി. അപ്പൊ ഏകദേശം മട്ടന്റെ പരിപാടി കഴിഞ്ഞു. പിന്നെ സുർബിയാനക്കുള്ള ഉള്ളി പൊരിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇപ്പൊ ഏകദേശം എല്ലാ പരിപാടി കഴിഞ്ഞു. സ്റ്റെപ്പ് 2 ആണ്. സ്റ്റെപ്പ് 2 പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ മട്ടൻ ഏകദേശം നമുക്ക് ഇനി എന്തോ നോക്കിയാൽ മതി. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആയി. ഇനി നമുക്ക് വേണ്ടത് പെട്ടെന്ന് വെള്ളം തിളക്കാണ്. പെട്ടെന്ന് വെള്ളം തിളക്കുമ്പോൾ വെള്ളത്തേക്ക് വേണ്ടത് പുറത്തുകാല്, അതേമാതിരി മല്ലിച്ചപ്പ്, പുതിന, പിന്നെ കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്കായി. 2ാമത് പറയാനുള്ള ഞാൻ ഇതൊക്കെ ഇന്നതായിട്ടുള്ള സ്റ്റൈലുകളാണ്. ആർക്കെങ്കിലും ഒറിജിനൽ അറബി സ്റ്റൈല് സുർബിയ അങ്ങനെ തന്നെ എല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. ജസ്റ്റ് എന്റെ ഫോൺ നമ്പർ ഉണ്ട്, ഒന്ന് പറഞ്ഞ് വിളിച്ചുതരാം. ഞാനും ഒരു പണ്ടാരിയാണ്. ഇതിൽ കുറെ കാലത്ത് എക്സ്പീരിയൻസ്, പിന്നെ കുറെ ഗുരുക്കന്മാരെ എക്സ്പീരിയൻസ്, എനിക്ക് അറിയാത്ത ഡിഷുകളൊക്കെ ഇപ്പോഴത്തെ അപ്ഡേറ്റ് ആയിട്ടുള്ള എന്റെ ഗുരുക്കന്മാരുണ്ട്, ഓരോട് ചോദിച്ചാലാണ്. അപ്പോൾ കറക്റ്റ് എനിക്ക് പറഞ്ഞു. കാരണം ഞാനും അവർ ഒരേ മൈൻഡാണ്. കാരണം നമുക്ക് അറിയേണ്ട എല്ലാവർക്കും ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട്. അപ്പൊ എന്റെ ഗുരുക്കന്മാരും എനിക്ക് പറഞ്ഞു തരലുണ്ട്. അപ്പൊ ഞാൻ അവരത് ഇന്നതുപാട് മിസ്സായി കാണുന്ന ഓരോ റെസിപ്പി ഉണ്ടാക്കല്. അപ്പൊ ഇന്റേതായിട്ടുള്ള ചെറിയ ഇത് എനിക്കുണ്ടാവും കാഴ്ചപ്പാടുകൾ. കാരണം ഞങ്ങള് പക്ക മലപ്പുറക്കാരാണ്, അവരുടേതായിട്ടുള്ള സ്റ്റൈലുണ്ട്. അപ്പൊ അവരുടേതായ ഇഷ്ടങ്ങളുണ്ട്. ആ ഇഷ്ടവും പ്ലസ് എന്റെ ഗുരുക്കന്മാരെ പിന്നെ അവരറിവുകളുമാട് കൂടിയാണ് 2ഉം മിക്സ് ചെയ്തായി ഉണ്ടാക്കല്. അതുപോലെ നമ്മള് പുറത്താണ് വെള്ളം വെച്ചിട്ടുണ്ട്. അതിന് ഞാൻ മല്ലിച്ചപ്പും പൊതിന ഇട്ടു, അതേമാതിരി പുറത്തുകാലിട്ടു. ഇനി വേണ്ട ഉപ്പാണ്. ഉപ്പ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണോ. നമ്മൾ എന്ത് ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും ജസ്റ്റ് നമ്മൾ വീട്ടിലാകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഡെയിലി പ്രിപ്പറേഷൻ ആണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഓരോ ദിവസവും ഓരോ അളവുകളാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ 4 ആള് 3 ആള് 2 ആൾ ഡെയിലി നിങ്ങൾക്ക് കണ്ണിങ് ആണ്. അപ്പൊ ഡെയിലി എന്താക്കാനോ ഒരിക്കലും കയ്യിലിടരുത്. ജസ്റ്റ് ഒന്നെങ്കിൽ സ്പൂണ് അല്ലെങ്കിൽ കയ്യിൽ ഡെയിലി അളവുകൾ റെസ്റ്റ് ആക്കുക. ഇപ്പൊ ഞാൻ നിന്ന് സുമാറിടാണ്.
അപ്പൊ നിങ്ങൾ എന്താ ഇങ്ങനെ സുമാറ് ഇട്ടാണ്ട് ഈ വെള്ളത്തിൽ ഡയലി കറക്റ്റ് ആക്കുക. അതായത് നമ്മളെ അരി അവിടെ തിളക്കുമ്പോഴത്തേന് നമ്മൾ മട്ടൻ എന്താ ചെയ്യേണ്ടത്? മട്ടൻ ഏകദേശം വെന്തക്കും എന്നാണ് എന്റെ കാഴ്ചപ്പാട്. നോക്കട്ടെ ഏതായാലും കുറച്ച് കൂടി കൂടെ അംശമുണ്ട്, കാരണം ചെറിയ മട്ടനാണ്. അപ്പൊ ഇതാണ് ജസ്റ്റ് ഞാൻ എടുക്കേണ്ടത് 3 കിലോ അഞ്ചക്ക് 3 കിലോ ഇറച്ചിക്ക് 1 കിലോ ഉള്ളി പൊരിച്ചത്. അതിൻ്റെ ഒരു കൈക്കണക്കാണ്. ഇനി ബാക്കിയുള്ള ഇതാകണു നമ്മൾ സുർബിയാൻ ദമ്മത്തിന് പിന്നെ പെണ്ണുങ്ങൾക്കുള്ള ഹൈദരാബാദി ബിരിയാണി. അടുത്തത് ജസ്റ്റ് കുറച്ച് മല്ലിച്ചപ്പ് പൊതിന, ഇഞ്ചി വെളുത്തുള്ളി കൊണ്ട് 2 പച്ചമുളകാണ്. ഇത് കഴിഞ്ഞിട്ട് വേണ്ടത് മെയിന് തൈര്. തൈര് ഞാൻ എപ്പോഴും യൂസ് ചെയ്യല് 10 കിലോമീറ്റർക്ക് 1 പാക്കറ്റ് എന്ന അളവാണ്. ഇനി നമുക്ക് വേണ്ടത് മസ്റ്റായിട്ട് നോക്കണ്ടേ, ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ എല്ലാം പാളി. ഇതിലേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട്, അപ്പൊ ഒരിക്കലും ഇതിലേക്ക് ഉപ്പ് ഇടരുത്. ജസ്റ്റ് നോക്കിയിട്ട് ഇതിലേക്ക് ഉപ്പ് കമ്മി ഉണ്ടോ നോക്കിയിട്ട് രണ്ടാമട്ടാൽ. ഫസ്റ്റ് ഇതിലേക്ക് ഉപ്പിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകും. ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് ഈ കുടുക്കിക്ക് വെള്ളം വെച്ചിട്ട് കാര്യങ്ങൾ ജസ്റ്റ് ഒരു അളവില്ല. എനിക്ക് കിച്ചണിലാണെങ്കിൽ എനിക്ക് കറക്റ്റ് അളവ് പാത്രം ഉണ്ട്, കണക്ക് അളവുണ്ട്, എല്ലാം കണ്ടി. പക്ഷെ ഇവിടെ ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് 1-2 വട്ടമൊക്കെ നോക്കേണ്ടി വരും. അപ്പൊ ഇതാ നമ്മള് സ്റ്റെപ്പ് 2 ആണ്. ജസ്റ്റ് മസാല ഇട്ടു. ഞാൻ ഫസ്റ്റേ പറഞ്ഞു ചെറിയ ആഴാണ്, പക്ഷെ ചെറുതായിട്ട് കുഴക്കും, കുറച്ച് വേവുണ്ട്. അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ, ആദ്യം വെള്ളം മാത്രം ഒഴിക്കാണ്. എപ്പോഴും ശ്രദ്ധിക്കണ്ടേ, ചിക്കൻ ആയാലും ഫസ്റ്റ് വേവിച്ചുകൊണ്ട് വേവ് കൂടിയാൽ ജസ്റ്റ് അത് ഒഴിച്ചാൽ മസാലയും കാര്യങ്ങളും സെറ്റാക്കി മിക്സ് ആക്കിയിട്ട് ചോറിടാൻ എത്തില്ല. കുറച്ച് വേവ് കമ്മി ഉണ്ടെങ്കിൽ 1 വിസിലടിച്ചാൽ മതി. പക്ഷെ ഞാൻ പാളി. അപ്പൊ കമ്മി ഉണ്ടെങ്കിൽ എന്താ ജസ്റ്റ് ഒക്കെ പാട്ടാണ് മിക്സ് ആക്കുക. ഇത് കുറച്ച് വേവ് ഉണ്ടായതുകൊണ്ട് കറക്റ്റ് നമ്മൾ 5 മിനിറ്റ് ദമ്മ് മതി. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് കുറച്ച് ഗരം മസാലയാണ്. നമ്മൾ ഏത് ബിരിയാണിയിലും ആഡ് ചെയ്യേണ്ട സാധനമാണ് ഗരം മസാല. ഫ്രൈഡ് റൈസിൽ വേണ്ട ഗരം മസാല, അതേമാതിരി മന്തിയിൽ ഗരം മസാല ഇങ്ങനെ വേണ്ട. മന്തി ഗരം മസാല അക്കേ വേണ്ടത്. കുരുമുളക് ഗരം മസാല ഇട്ടു. ജസ്റ്റ് ഇതാക്കണം. ഉപ്പ് എങ്ങനെ നോക്കുക, കാരണം മട്ടന്റെ വെള്ളമാണിത്, മറ്റേത് ഉപ്പില്ല. അപ്പൊ ഇനി ഉപ്പ് നോക്കണ്ട്. ഇത് അങ്ങനെ മിസ്സാക്കാം. ഇങ്ങനെ മിസ്സാക്കിയിട്ട് ജസ്റ്റ് ഉപ്പ് നോക്കുക. ഒരു 2 മാഗി കട്ടുമ്പോഴായിട്ട പൊളിക്കും കേട്ടോ. മാഗി കട്ട നമ്മൾ മന്തിയിലൊക്കെ ഉണ്ട് മാഗി കട്ട. ആ സാധനം സെയിം ഇതിലേക്ക് ഇട്ടാല് പൊളിക്കും. കാരണം ഞാൻ എന്റെ പറയാൻ മറന്നാണ്, എഴുതാൻ വേണ്ടി മറന്നാണ്. അപ്പൊ ഏത് സെറ്റായി. ഞാൻ ഒന്നും പാടി കണ്ണിങ്ങാക്കാണ്. ഉപ്പ് നോക്കുമ്പോൾ വരെ ഇറക്കിയാണ്ട് ഉടഞ്ഞു പോകാൻ പാടില്ല മട്ടൻ. കാരണം മട്ടൻ ആണ് മട്ടൻ നമ്മൾ എപ്പോഴേലും കഴിക്കോളൂ. ഇത് ഈ സെയിം വെള്ളം എന്തിനാന്നോ, കുറച്ച് വെള്ളം ഉണ്ടാകുമ്പോൾ നമ്മള് തിളക്കുമ്പോ കുറച്ച് വേറെ അതുകൊണ്ട് അതിനുള്ള പണി ഞാൻ എടുക്കും. നിങ്ങൾ ചെയ്യുമ്പോൾ ഇത്ര വെള്ളം ഉണ്ടെങ്കിൽ എന്താ ചെയ്യാ, ഒരു 60% ആയ റൈസ് ഇതിലേക്ക് ഇടുക. അപ്പൊ ഈ വെള്ളം പറ്റാൻ വേണ്ടി ആ അരി വെള്ളം കുടിക്കും. വെള്ളം കുടിക്കുമ്പോൾ അതാവുമ്പോൾ ദമ്മാവും. പിന്നെ ഇവിടെ പക്കായിക്കാണ് നമ്മള് പാക്കിംഗ് പാട് ചെയ്താൽ മേലും ദമ്മ് താഴെ ദമ്മാകുമ്പോൾ നല്ലൊരു കെമിസ്ട്രി വർക്ക് ചെയ്യും അവിടെ. ഈ പുതിയ പിന്നെ പുറത്തുകാലിട്ടു. പക്ഷെ ഈ സാധനം മറന്നു കേട്ടോ. അത് ഞാൻ പാക്കറ്റ് ജസ്റ്റ് വാങ്ങിക്കണേ. എപ്പോഴും നമ്മൾ വീട്ടില് ഈ സാധനം ഗരം മസാല, കുരുമുളക് എല്ലാം നമ്മൾ എപ്പോഴും സ്റ്റോക്ക് കുറച്ച് ഒരു ആഴ്ചകളെങ്കിലും സ്റ്റോക്ക് വെക്കുക. ഈ സ്റ്റോക്ക് വെച്ചാൽ ഒരാഴ്ചക്ക് പിന്നെ നമ്മൾ റിവൈൻഡ് ചെയ്യാം. അവിടെ കമ്മി ഉണ്ടോ എന്നാ നമ്മൾ എപ്പോൾ ഫുഡ് ഉണ്ടാക്കും ഒരു ഓട്ടത്തിന് നമ്മൾ മുതിരേണ്ടി വരില്ല നമ്മളെ. അപ്പൊ നമ്മള് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതിലിടാൻ പോകണം. ഏതായാലും ചോറ് വേവാനുള്ള ടൈം നമുക്കുണ്ട്. ചോറ് വേവാനുള്ള ടൈം വരെ എന്റെ പൊന്നുകെട്ടന്റെ കുണ്ടുസഖി ഒരു കുല മുന്തിരി വാങ്ങിടുവാനായി കൊണ്ടുതിരിയെ കളിബിരൊരാഴ്ച മുന്തിരെത്തിന്നിരുവാറിയ നാട്ടിലാതിരിയെ പ്രാണസഖി നന്നായറിയാം നിങ്ങൾ ഈ നാട്ടിലമീറാനെന്ന് ലാസ്റ്റ് സ്റ്റെപ്പായ മൈദ. ഇത് കുഴച്ചാണ് നമ്മള്
മറ്റേ മൂടിമ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ അരി വെന്തുകൊണ്ട് നിൽക്കൊണ്ട് അരി ഊറ്റാണ്ട് ഇനിയിപ്പോ ആ ചിക്കൻ മറ്റൊരു പറ്റാത്തവർക്ക് ജസ്റ്റ് നമ്മളെ മട്ടൻ ചൂടാകുമ്പോഴത്തിന് ഇത് കുറച്ച് മതി, വൈഫിനും ഇളച്ചക്കും മതി. രണ്ടാക്കുള്ള റെഡിയാക്കി ജസ്റ്റ് ലാസ്റ്റ് ആയിക്കാണ്ട് എത്ര വയറുള്ളൂ ഈ ചിക്കൻ ഈ റൈസ് തീക്കിട്ടുക. അപ്പൊ നമ്മൾ ചിക്കനാണ് ശ്രദ്ധിക്കേണ്ടത്. ചിക്കനാണെങ്കിൽ മസാലയ്ക്ക് കുറച്ച് എണ്ണ ഒഴിക്കണം. മട്ടൺ ആയതുകൊണ്ട് ഓൾറെഡി നെയ്യ് ഉണ്ടായതുകൊണ്ട് ഞാൻ എണ്ണ ഒഴിക്കണില്ല. ചിക്കൻ ആകുമ്പോൾ ചിക്കനിൽ ഫാറ്റ് കമ്മിയാക്കണം. മട്ടണിൽ എപ്പോഴും ഫാറ്റ് ഉണ്ടാവും, അതേമാതിരി ബീഫിലും ഫാറ്റ് ഉണ്ടാവും. ഫാറ്റ് ഉള്ളിൽ നമ്മൾ എണ്ണ കമ്മിയാക്കുക, ഫാറ്റ് ഇല്ലാത്തത് ഫാറ്റ് ഒഴിക്കട്ടോ. ഇതാണ് നമ്മൾ ലാസ്റ്റ് പരിപാടി. പക്ഷെ എന്താണ് പാളി, എന്താണ് അപാകത, ഫുള്ള് അപാകതകളെ രാവിലെ മുതലേ മൈദ കമ്മിയായി. ഒരു കിലോത്തേക്ക് 200 ഗ്രാമാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് 2 കിലോത്തേക്ക് എനിക്ക് സുമാറിടാണ്. മുട്ട് നിൽക്കണം. ജസ്റ്റ് ലാസ്റ്റ് 6 kg എന്റെ കയ്യമ്മലൊക്കെ തന്നെ കേട്ടോ. കാരണം എന്താണോ, പെട്ടെന്ന് പരിപാടി ആയതുകൊണ്ട് കണ്ടോ മൈദന്റെ കാലൊക്കെ ശ്രദ്ധ വിട്ടിരുന്നു, വർത്താനത്ത് പൊട്ടു. പ്രധാന പരിപാടി നമ്മളിത് ദമ്മിടുക. ഐ എം സോറി, ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു. നമ്മൾ 8:24 അപ്പോഴൊന്ന് തുടങ്ങിയാണ് നോക്കിയാലും 8:7 സോറി 10:7 ഒക്കെ അപാരതകളാണ് മൊത്തം. എല്ലാ സംഗതി ജസ്റ്റ് കാണിച്ചു ദമ്മിട്ടത് ഇതാ. ഓക്കെ, സി യു നെക്സ്റ്റ് വീഡിയോ വരേക്കും. ഞാൻ ഇതാ ജസ്റ്റ് ഒന്ന് കുളിച്ച് മാറണം, ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകണം. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്കും എൻ്റെ കുട്ടികൾക്കും ഒന്ന് ഡ്രസ്സിന് തീർത്താണ്ട് ഈദ് മുബാറക്കിന് ഒരു സർപ്രൈസ് വീഡിയോ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സർപ്രൈസ് വീഡിയോ എന്തായാലും ഞാൻ ചിലപ്പോൾ ഞാൻ ഒറ്റ കയറുണ്ടോ അല്ലെങ്കിൽ കുട്ടികളെമാരെ കൂട്ടാൻ പറ്റും നോക്കാം. കുട്ടികളെ രണ്ടാൾക്കും കണ്ടു. അത് കഴിഞ്ഞിട്ട് വേണം സർപ്രൈസ് വീഡിയോ ഇന്ന് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്താണ്ട് കൃത്യം 12 മണിക്ക് ഇങ്ങനെ സർപ്രൈസ് വീഡിയോ ഉണ്ടാവും. ഇന്ന് ഫുള്ള് ബിസിയാണ് കാശ്. നമ്മൾ ലാസ്റ്റ് ദമ്മൊന്ന് പൊട്ടിച്ച് വെക്കണേ. പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ ഇതിന്റെ ഫ്ലേവർ പോവും, ഒരു ടേസ്റ്റ്. ഇതിന് കുറച്ച് നമ്മൾ മറ്റേ ബിരിയാണിക്ക് വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. ജസ്റ്റ് ഇതാ കണ്ടോളി.